ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യമാ താലി പൂജിക്കാൻ കൊടുക്കുകയാണേ. അങ്ങനെ ഈ സമയം രാഘവേട്ടനൊന്നും ഇത് താല്പര്യമില്ലല്ലോ. ഭാമ താലി കൊടുത്ത ശേഷം രാഘവേട്ടന്റെ അടുത്തേക്കും, എന്തിനാ രാഘവേട്ട ഇങ്ങനെ മുഖം കൂർപ്പിച്ചിരിക്കുന്നത്? ആളുകൾ എന്ത് വിചാരിക്കും? രാഘവേട്ടൻ പറയും, മുഹൂർത്തം 12 മണിക്ക് ശേഷമല്ലേ, എന്നെ എന്തിനാ കെട്ടി എഴുന്നള്ളിച്ച് ആനയെ നടക്കി നിർത്തുന്നത് പോലെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്? ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കുമായിരുന്നല്ലോ. ഭാമ പറയും, രാഘവേട്ട ഇത് രാഘവേട്ടന്റെ മോന്റെ കല്യാണോ? ഒരുപാട് ആൾക്കാരെ നമ്മുടെ ബന്ധുക്കളായിട്ടും നാട്ടുകാരായിട്ടും വരും. അവരൊക്കെ ചെക്കന്റെ അച്ഛനെ തിരക്കിയ രാഘവേട്ടൻ പറയും, കാണാൻ ആഗ്രഹമില്ലാത്ത കല്യാണം ആയതുകൊണ്ട് ചേക്കന്റെ അച്ഛൻ വഴക്കിട്ടങ്ങ് പോയി എന്ന് പറഞ്ഞേക്കണം. ഭാമരും, രാഘവേട്ട നല്ലൊരു ദിവസമായിട്ട് എന്റെ വാലിരിക്കുന്നത് കേൾക്കരുത്. രാഘവേട്ടൻ ചോദിക്കും, നല്ല ദിവസോ? നല്ല ദിവസം നിനക്കും നിന്റെ മരുമകൾക്കുവാ. എനിക്കും എന്റെ മകനും ഇത് ചീത്ത ദിവസം തന്നെയാ. അല്ലെങ്കിൽ നീ ചെന്ന് നോക്ക്, അവനവിടെ ഏതെങ്കിലും മൂലയില് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നുണ്ടാവും. കെട്ടാൻ സമയമാകുമ്പോ അവനെ ചെന്ന് വിളിച്ചേക്കണേ, ഇല്ലെങ്കിൽ അവനതങ്ങ് മറന്നുപോകും. ഇന്ന് അവന്റെ കല്യാണമാണെന്നുള്ള ചിന്ത പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞതാ. ഭാമ മറ്റാരും കേൾക്കാത്ത രീതിയിലാണ് ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുന്നത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്ന് നിന്നാ മതി. വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മിണ്ടാതെ അവിടെ ഇരുന്നോളണം എന്നും പറഞ്ഞേ ഭാമ വേഗം വന്നിരിക്കുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ പോവാ. ശേഷം, എടാ രോഹിത്തെ, ശ്യാം എന്താ വീട്ടിൽ നിന്ന് പോകുന്നില്ലേ? പപ്പിമോളെയും കണ്ടില്ല. ഡാ, നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്ക. ഇവിടെ സ്വന്തക്കാരൊക്കെ വീട്ടിലിരിക്കാന്ന് പറഞ്ഞാ അത് എവിടുത്തെ മര്യാദയാ? ഞാൻ വിളിച്ചു പറയാൻ സത്യമേ, പോന്നിട്ടില്ലെങ്കിൽ വേഗം വരാൻ വേണ്ടി പറയാം. എന്നാ വേഗം വിളിക്കേ. അന്യ ആൾക്കാരുടെ കല്യാണത്തിന് വരുന്നത് പോലെ മുഹൂർത്ത സമയത്ത് വന്നാ മതിയോ? രോഹിത് ഒന്നും പറയാതെ ഫോൺ എടുത്ത് പോകാൻ തുടങ്ങുമ്പോ ഭാമറിയും, രോഹിത്തെ, പിന്നെ വിഷ്ണുവിനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടത് നീയാണ്. കെട്ട് കഴിയുന്നത് വരെ നീ അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്നാ പിന്നെ നീ ശ്യാമയെ വിളിക്കേ. അങ്ങനെ രോഹിത് ശ്യാമയെ വിളിക്കാനായിട്ട് അവിടുന്ന് പോകും. ഈ സമയം രാഘവേട്ടനെ നോക്കിക്കൊണ്ട് ഭാമ പറയും, എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കണം എന്ന് വെച്ചാൽ വല്ലാത്ത കഷ്ടം തന്നെയാ. മറ്റുള്ളവരെല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്കായിട്ട് മാറി നിൽക്കുക. അത് ശരിയല്ലല്ലോ. ഒരു കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ എല്ലാവരും ഒത്തുചേർന്നല്ലേ നടത്തേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ പറയുന്നുണ്ട് രാഘവേട്ടൻ. ഹാ എന്ന് പറഞ്ഞിങ്ങനെ കേട്ടോണ്ട് തലയാട്ടി നിൽക്കണേ, കളിയാക്കിക്കൊണ്ട്. അപ്പോഴായിരിക്കും കാർത്തികയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നത്. ഭാമ അവരുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, മറ്റൊന്നും ഇപ്പോ രണ്ടുപേരും ചിന്തിക്കേണ്ട. മോൾക്കൊരു നല്ല സമയം വരുമ്പോ അതിനോടൊപ്പം ചേർന്ന് നിന്ന് സന്തോഷിക്കുക. അവളൊന്ന് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയല്ലേ നിങ്ങളുടെ ഈ കഷ്ടപ്പാട് മുഴുവനും. സന്തോഷത്തോടു കൂടി കല്യാണം കൂടി മോളെ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ. അപ്പോ ശ്യാമ ഉണ്ടാവും അവിടേക്ക് വരുന്നത്. അങ്ങനെ ഭാമ പറയും, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഒറ്റയ്ക്ക് കാര്യങ്ങള് ചെയ്ത് തീർക്കണതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ശ്യാമയെ കാണുമ്പോ ശ്യാമയുടെ വയ്ക്കും, ശ്യാമേ നീ ഇതെവിടെയായിരുന്നു? ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്തി ചെയ്യേണ്ടവളല്ലേ നീ? അത് സത്യമേ, ഞാൻ ബ്യൂട്ടി പാർലറില്. ഭാമയ്ക്കും, നിനക്ക് മുഹൂർത്ത സമയത്തെ അതിനുള്ള സമയം കിട്ടിയുള്ളൂ, അല്ലാതെ തന്നെ ഒരു കാര്യത്തിനും സമയം കിട്ടുന്നില്ല. അപ്പോഴാ അവളുടെ ഒരു ബ്യൂട്ടി പാർലർ. അല്ല പപ്പിമോൾ എന്തേ? അതും ബ്യൂട്ടീഷ്യന്റെ മുന്നിലാണോ? അതെ, അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഭാമറയും, എന്നാ പിന്നെ പെട്ടെന്നാവട്ടെ, മുഹൂർത്താവുമ്പോ കതിർ മണ്ഡപത്തിൽ എല്ലാവരും ഉണ്ടാവണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോഴേക്കും ഭാമയ്ക്കൊരു കോള് വരുമ്പോ, എവിടെ എത്തി എന്ന് വെച്ച് ആ കോൾ അറ്റൻഡ് ചെയ്ത് ഭാമ എവിടുന്ന് പോവാ. ശ്യാമ വിചാരിക്കും, എന്റെ കൃഷ്ണ, മുഹൂർത്തത്തിന് മുമ്പ് എന്റെ കുഞ്ഞേച്ചിക്ക് ഹർഷനെ കൊണ്ടുവരാൻ സാധിക്കണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കണേ. ഇതേ സമയം ശാലിനി കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ലൊക്കേഷൻ നോക്കിയിട്ട് രാമേട്ടന്റെ അടുത്ത് പറയും, ബൈപ്പാസിലെത്താൻ ഇനിയും സമയം എടുക്കല്ലോ രാമേട്ട. ആ കുഞ്ഞെ 1/2 കിലോമീറ്റർ കൂടെ. അതിനു മുമ്പുള്ള ക്ഷേത്രം ആ വളവ് കഴിഞ്ഞിട്ടാ. ബൈപ്പാസ് കയറി കഴിഞ്ഞാ നമുക്ക് പിന്നെ ആ കാറിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ശാലിനി പറയും, പറ്റണം, നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. അതിനു മുമ്പ് ഇതെല്ലാം നടക്കണം രാമേട്ട. മോള് ടെൻഷൻ ആവണ്ട, ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇതെല്ലാം നടക്കും എന്നിങ്ങനെ രാമേട്ടൻ ധൈര്യം നൽകുന്നുണ്ട്. പപ്പിയും സത്യയും അവിടെ ഹർഷന്റെ കാറിലാണ്. കാർ ഇപ്പോഴും എവിടെയും നിർത്തിയിട്ടില്ല. അങ്ങനെ ശാലിനിയുടെ കാർ ഇങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കാറ് സ്റ്റോപ്പ് ആവണേ. ശാലിനിക്കും, എന്തിനാ കാർ നിർത്തിയത്? രാമേട്ടൻ പറയും, അറിയില്ല എന്ന് പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. രാമേട്ടൻ എന്തു പറ്റി? കാറ് സ്റ്റാർട്ട് ആവുന്നില്ല, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കാറിന് എന്താ പറ്റിയെന്ന് നോക്കണേ. എന്നാ ശാലിനിക്ക് ഇരുന്നിട്ട് സമാധാനം ഇല്ല. രാമേട്ടന്റെ അടുത്ത് ചെന്ന് ചോദിക്കും, ഇതിപ്പോ എന്താ, എന്തെങ്കിലും നടപടി ഉണ്ടോ? 1 മിനിറ്റ് കുഞ്ഞെ എന്ന് പറഞ്ഞ രാമേട്ടൻ അതൊക്കെ നോക്കണേ. പിന്നീട് കാണിക്കുന്നത് മണ്ഡപത്തിലാണ്. അവിടെ ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ട്. പൂജ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പണ്ടാവും വിഷ്ണു അങ്ങോട്ട് വരുന്നത്. വിഷ്ണുവിന് ഒട്ടും താല്പര്യമില്ലാണ്ട് മുഖത്ത് നല്ല ദേഷ്യം കാണിച്ചിട്ടാ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ കല്യാണത്തിന് വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാർ പറയും, വരുന്നതാ സത്യഭാമയുടെ മകൻ വിഷ്ണു. അപ്പൊ മറ്റേ ചേച്ചി പറയും, ഞാൻ പറഞ്ഞത് കറക്റ്റാ, ഈ ചെക്കന് ഒരു താല്പര്യവും ആ മുഖം കണ്ടല്ല അറിയാം. വിഷ്ണു വരുന്നാണുമ്പോ ഭാമ വിചാരിക്കും, സർവേശ്വര, ഇത് കഴിഞ്ഞ് കിട്ടുന്നത് വരെ എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. അങ്ങനെ രോഹിത് വിഷ്ണുവിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ്. വിഷ്ണു മുഖം കാണുമ്പോ ഭാമ അറിയും, വിഷ്ണു ഒന്ന് സന്തോഷായിട്ട് നിൽക്കടാ. വിഷ്ണു അറിയും, ഇത് എന്റെ ഇഷ്ടത്തിന് നടത്തുന്ന കല്യാണമല്ല, അമ്മയുടെ പാവയാണോ ഞാൻ? ഇല്ലാത്ത സന്തോഷം മുഖത്ത് വരുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. ഭാമയ്ക്ക് ആകെ നാണക്കേട് തോന്നാ.
നല്ല ശബ്ദത്തിൽ തന്നെയാ വിഷ്ണു പറയുന്നത്. അപ്പൊ ഭാമ വിഷ്ണുവിന്റെ അടുത്ത് പറയും, നീ ചെന്ന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കേ, ചെല്ലടാ ചെല്ല് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ച് രാഘവേട്ടന്റെ അടുത്തേക്ക് നിർത്തുമ്പോ വിഷ്ണുവിക്കും അമ്മ എന്തൊക്കെയാ കാണിക്കുന്നത്. ഭാമ അറിയും, രാഘവേട്ട അവനെ അനുഗ്രഹിക്കേ. രാഘവേട്ടൻ ചോദിക്കും, എന്തിനെ? നീ അവന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ഈ അറവുശാലയില് അറക്കാൻ പോകുന്ന മാടിന്റെ അവസ്ഥ അവനിപ്പോ. പിടിവിട്ടാലേ ഇപ്പൊ ഇവിടുന്ന് ഓടിപ്പോവാൻ വെമ്പി നിൽക്കുന്ന അവസ്ഥയാ. അവന്റെ മുഖത്ത് നോക്കി ഞാൻ എന്തനുഗ്രഹിക്കാനാ? ഭാമ അറിയും, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ നിന്ന് തത്തും വിളമ്പാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വിഷ്ണുവിന്റെ അടുത്ത് പറയും, ഡാ കാല് തൊട്ട് വന്ദിക്കടാ. വിഷ്ണു മൈൻഡ് ചെയ്യാണ്ട് നിൽക്കും. ഭാമ ഇങ്ങനെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുന്നത്. രാഘവേട്ടൻ പറയും, എടാ മോനെ, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു വേഷം കെട്ടിലാടാ. ഈ മറ്റുള്ളവർക്ക് വേണ്ടി കെട്ടിയാടുന്നൊരു വേഷം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണ ഈ ജീവിച്ചിരിക്കുന്ന നിന്റെ അച്ഛൻ. ഇനിയിപ്പൊ എന്റെ ഒപ്പം നമ്മുടെ വീട്ടിലെ ഒരാള് കൂടി കൂടുന്നു എന്നല്ലേ ഉള്ളൂ. നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാടാ. അപ്പോഴും ഭാമ പറയും, നീ ഉപദേശം കേൾക്കാതെ കാല് തൊട്ട് തൊഴടാ. വിഷ്ണു പറയുന്ന കേക്ക് എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ തോളിലും കൈവെക്കും. അമ്മേ എന്നിങ്ങനെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഭാമയുടെ നിർബന്ധത്തിന് മുന്നില് താല്പര്യമില്ലാതെ രാഘവേട്ടന്റെ കാലിൽ തൊടാണ്. അനുഗ്രഹിക്കാൻ ഇഷ്ടമല്ലെങ്കിലും തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേരുടെ മുഖത്തും ഒട്ടും സന്തോഷമില്ല. അങ്ങനെ തിരുമേനിക്കും ചെറുക്കനെ താലി എടുത്തു കൊടുക്കുന്നത് ആരാ? ഭാമ അറിയും, ഞാനാണേ. തിരുമേനി പറയും, അമ്മയുടെ കാലിൽ ഇപ്പൊ തൊട്ട് വഴങ്ങണ്ട, ഞാൻ സമയമാകുമ്പോ പറയാം. ഭാമ പറയും, ശരി. അപ്പൊ രാഘവേട്ടൻ ചോദിക്കും, അപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നത് ചടങ്ങല്ലയോ? ഭാമയ്ക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആൾക്കാർ കൂടിയിരിക്കല്ലേ, മുഖം കനിപ്പിച്ച് എന്നാ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാ. എന്നിട്ട് വന്നവരോടൊക്കെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഭയങ്കര സംസാരം. ഇത് സമയം ഹർഷൻ ഇപ്പോഴും എവിടെ വണ്ടി നിർത്തിയിട്ടില്ല. മക്കളിങ്ങനെ പേടിച്ചുകൊണ്ട് ടെൻഷനിലാണ് ഇരിക്കുന്നത്. ശാലിനിയുടെ കാറാണെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ആവുന്നില്ല. രാമേട്ടൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ശാലിനി വിചാരിക്കും, വിവാഹം നടക്കാൻ ഇനി കുറച്ചു നേരം കൂടിയുള്ളൂ, എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്തുനിന്ന് പപ്പിയും സത്യയും ഒരു വഴി തുറന്നു തന്നതാ ഹർഷനിലേക്ക് എത്താൻ. ഇനി ഹർഷനിലേക്ക് എത്താൻ എന്ത് കടമ്പയാ കൃഷ്ണ ഞാൻ മറികടക്കേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പപ്പിയും സത്യയും ഈ കല്യാണം മുടക്കാൻ ചെയ്തതെല്ലാം വെറുതെ ആവൂ. രാമേട്ടനാണ് ഇതിനിടയ്ക്ക് കാർ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്, വീണ്ടും പോയി സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നാ അത് വർക്കാവുന്നില്ല. രാമേട്ട എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? അത് ഒരല്പ സമയം എടുക്കും മോളെ. ഇനി അങ്ങോട്ട് എത്താൻ എന്തെങ്കിലും മാർഗം? ശാലിനി പറയും, ഇനിയിപ്പോ ബൈപ്പാസിലേക്ക് എത്താൻ എന്താ ചെയ്യാ? രാമേട്ടൻ പറയും, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി നോക്കുമ്പോ ഒരു ഓട്ടോ ഇരുന്ന് കൈ കാണിക്കുന്നുണ്ടെങ്കിലും ഓട്ടോ നിർത്താതെ അങ്ങ് പോവും. ഇതിപ്പോ ഏതെങ്കിലും ഇടവഴിയിലൂടെ പോയാലേ ബൈപ്പാസിൽ എത്താൻ പറ്റുമോ? അപ്പൊ രാമേട്ടൻ പറയും, ആ ഇടവഴി പോയാലേ എത്തും, പക്ഷെ വഴി മോശ, ബൈക്ക് പോലും നേരെ പോവില്ല. ശാലിനി പറയും, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും മുഹൂർത്തത്തിന് മുമ്പ് ഹർഷനെയും കുട്ടികളെയും കണ്ടെത്തിയേ പറ്റൂ. വണ്ടി ശരിയാക്കിയിട്ട് രാമേട്ടൻ ബൈപ്പാസിലേക്ക് വന്നാൽ മതി. ശരി മോളെ. അങ്ങനെ ശാലിനി അവിടുന്ന് രാമേട്ടൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ പോവാ. തോറ്റു കൊടുക്കാൻ വയ്യ, സമയത്തെ പരാജയപ്പെടുത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തിയേ പറ്റൂ. ഇവിടെ ഞാൻ പരാജയപ്പെട്ടാൽ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറും. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല, തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാണ് ശാലിനി അവിടുന്ന് നടന്നും ഓടിയും പോകുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് കാറിലിരിക്കുന്ന സത്യയ്ക്കും എന്താ പറഞ്ഞത്? പപ്പിയറിയും വേഗം വരാന്നാ പറഞ്ഞത്. സത്യറിയും വേഗം വന്നാ മതിയായിരുന്നു. ഇതിപ്പോ എവിടെ എത്തി? വല്ല നിശ്ചയമുണ്ടോ? പപ്പിയറിയും എവിടെ എത്തിയാലും നമ്മുടെ പിന്നിലെ സത്യയുടെ അമ്മ ഇല്ലേ? സത്യ പറയും, ഉവ്, പക്ഷെ കാർ എവിടെയെങ്കിലും നിർത്തിയാലല്ലേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റൂ. പപ്പിയറിയും എന്തായാലും ഇതുവരെ എത്തിച്ചില്ലേ, ഇനിയുള്ള കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. എന്തായാലും കല്യാണം നടക്കാതിരുന്നാ മതി. പപ്പി പറയും, അത് നടക്കില്ല, നമ്മുടെ കഷ്ടപ്പാട് ഭഗവാൻ കൃഷ്ണൻ കാണുന്നുണ്ടാവുമല്ലോ. അതുണ്ടാവും. പപ്പിക്കും ഇന്നലെയും സത്യ ഈ കല്യാണം മുടങ്ങാൻ പ്രാർത്ഥിച്ചില്ലേ? സത്യ പറയും, ഇതും പ്രാർത്ഥിച്ചു. പപ്പി പറയും, അപ്പൊ തീർച്ചയായിട്ടും കൃഷ്ണൻ ഒരു വഴി നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോ ഹർഷൻ ഒരു സ്ഥലത്തെത്തുമ്പോ കാറ് നിർത്തണേ. കാറ് നിർത്തിയല്ലോ. സത്യ പറയും, അതെ. അപ്പൊ പപ്പി നോക്കുമ്പോ ഉണ്ടാകും ഹർഷൻ കാറ് നിർത്തി കാറിന്ന് ഇറങ്ങുന്നേ. ആ അങ്കിൾ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞ് കാറിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുക ഹർഷൻ എന്താ ചെയ്യുന്നെന്ന്. ഹർഷൻ ഒരു കടയിലേക്ക് കയറിയിട്ട് അവിടെ ഇരുന്ന് ചായ ഓർഡർ ചെയ്യണേ. ശാലിനി ആണെങ്കിൽ നടന്നു വരുന്നേ ഉള്ളൂ. ഈ സമയം പപ്പി പറയും, ഞാനേ സത്യയുടെ അമ്മയെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. വിളിക്ക്. അങ്ങനെ പപ്പി ശാലിനിയെ വിളിക്കണേ. ഹർഷൻ ഓർഡർ ചെയ്ത ചായ അപ്പോഴേക്ക് വരും. അങ്ങനെ ചായ കുടിക്കാൻ തുടങ്ങുക. അങ്ങനെ പപ്പി വിളിക്കുമ്പോ ശാലിനി വേഗം കോൾ എടുക്കും. ഹലോ, ഇത് എവിടെ എത്തി? ഞാനിതാ ബൈപ്പാസിലേക്ക് കേറാം മോളെ. നിങ്ങളിപ്പോ എവിടെയാ? പപ്പി ഇതാ ഞങ്ങള് ബൈപ്പാസിലെ റോഡിനരികിൽ. ഹർഷനങ്ങൾ ചായ കുടിക്കാം. ഇപ്പൊ വന്ന കാര്യങ്ങളെല്ലാം പറയാം. ശാലിനിക്കും, ആണോ? ആ കടയുടെ പേരൊന്നും പറയോ? പപ്പി നോക്കിയിട്ട് പറയും, പേരൊന്നും കാണാൻ കഴിയില്ല. ആ കടയുടെ മുന്നില് 2 വലിയ കൊടകളുണ്ട്. സത്യ ഫോൺ വാങ്ങിച്ചിട്ട് പറയും, പെട്ടെന്ന് വരണേ അമ്മേ, ഹർഷനങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞാ പെട്ടെന്ന് വണ്ടി എടുക്കും. അമ്മ എന്താ കിതയ്ക്കുന്നത്? കാറിലല്ലേ? ശാലിനി പറയും, മോളെ കാർ കേടായി, മോള് നിൽക്കുന്ന സ്ഥലത്തേക്ക് അമ്മ നടന്നു വന്നോണ്ടിരിക്കുക. എങ്കിലും വേഗം വാ അമ്മേ, ഹർഷനങ്ങള് ഇപ്പൊ ചായ കുടിച്ചു തീരും. ശരി മോളെ, അമ്മയ്ക്ക് ബൈപ്പാസ് കാണാം. അമ്മ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്ത് ശാലിനി ഓടി വരികയാണേ. അങ്ങനെ
സത്യ പപ്പിയോട് പറയും, അമ്മയുടെ കാറ് കേടായി പപ്പി, അമ്മ റോഡിലൂടെ ഓടിയാ വരുന്നത്. പപ്പി പറയും, ഞാൻ പറഞ്ഞില്ലേ സത്യേ, ഈ വിവാഹം നടക്കില്ല, അത്രയ്ക്കും നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഉണ്ടാവും ഹർഷൻ ചായ കുടിച്ചു കഴിഞ്ഞു. ദാ ഹർഷനങ്കിൾ ചായ കുടിച്ചു കഴിഞ്ഞു. സത്യയുടെ അമ്മയെ കണ്ടില്ലല്ലോ. സത്യ പറയും, ബൈപ്പാസിലേക്ക് കേറിയെന്നല്ലേ പറഞ്ഞത്. പപ്പി പറയും, ഇവിടുന്ന് വണ്ടി വിട്ടാ പിന്നെ എങ്ങനെ നമ്മുടെ പിന്നാലെ വരും, കാറ് കേടല്ലേ. കൃഷ്ണ, എന്റെ ഭഗവാനെ, ഞങ്ങളുടെ വിളി എന്താ കേൾക്കാത്തത്? സത്യയുടെ അമ്മയെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചു തരണേ. ശാലിനിയാണെങ്കിൽ അവിടുന്ന് ഓടി ഓടി വരുന്നുണ്ട്, ആകെ കെതച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഹർഷൻ ചായ കുടിച്ചു കഴിയണേ. എന്നിട്ട് കടക്കാരന്റെ അടുത്ത് പൈസ എത്രയാന്ന് ചോദിച്ച് ആ പൈസ കൊടുക്കുക. അപ്പൊ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് വരും. സത്യ പറയും, ദാ അങ്കിള് വരുന്നു, ഇരുന്നോ എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഡിക്കിയുടെ അവിടെ താഴ്ന്നിരിക്കുകയാണ്. അങ്ങനെ ഹർഷൻ കാറിലേക്ക് വരുന്ന സമയത്തായിരിക്കും ശാലിനി ബൈപ്പാസിലെ ആ കടയുടെ മുന്നിലെത്തുന്നത്. ശാലിനി ഹർഷനെ കാണുമ്പോ ഹർഷ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കും. എന്നാ ഹർഷൻ ഇതൊന്നും കേട്ടിട്ടില്ല. കാറ് തുറന്ന് കാറിനകത്തേക്ക് കയറുക. ഹർഷനെ കണ്ടൊരു സമാധാനത്തിലെ ശാലിനി ഹർഷ എന്ന് വിളിച്ച് ഓടി വരുമ്പോഴേക്കും കാറിൽ കയറിയ ഹർഷൻ അപ്പൊ തന്നെ കാർ എടുത്ത് അവിടുന്ന് പോവാ. ഹർഷ എന്ന് വിളിച്ചുകൊണ്ട് ശാലിനി ആ കാറിന് പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും ഹർഷൻ മിററില് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വണ്ടി ഓടിച്ചു പോവാണ്. കുട്ടികളെ ഇരുന്നത് കാരണം ശാലിനി വരുന്നതും കാണുന്നില്ല. അങ്ങനെ ശാലിനി ഇങ്ങനെ ഓടി പോവാണ്. ഇതേസമയം മണ്ഡപത്തിലെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും താല്പര്യമില്ല, ബാമയ്ക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ശ്യാമ ആകെ ടെൻഷനില്ല. അവരിപ്പോ എവിടെ എത്തിക്കാണും? ഹർഷനെ കൂട്ടി കുഞ്ഞേച്ചി പോന്നിട്ടുണ്ടാവോ? ഇവിടെ നിന്നും മാറി നിന്നാ അപ്പ സത്യം പിന്നാലെ വരും. അതുകൊണ്ട് ഇവിടുന്ന് മാറാനും പറ്റില്ല. ഈ സമയം പൊന്നുവയ്ക്കും, എന്തു പറ്റി ശ്യാമക്കുഞ്ഞ്, ഈ കല്യാണം നടക്കുവോ? ശാലിനി കുഞ്ഞ്. ശ്യാമ പറയും, വരും, വരാതിരിക്കില്ല. പൊന്നു പറയും, ഇതിൽ പരം ഒരു ചതി പറ്റാനില്ലല്ലോ. വിഷ്ണു കുഞ്ഞിന്റെ നിൽപ്പ് കണ്ടില്ലേ? ഈ സമയം ശ്യാമ വിഷ്ണുവിനെ നോക്കുക. എന്നിട്ട് വിചാരിക്കും, പാവം, എനിക്ക് കുഞ്ഞേച്ചി ഹർഷനെ കൊണ്ടുവരുന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. വിഷ്ണുവേട്ടന് പ്രതീക്ഷിക്കാൻ അതൊന്നുമില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുക. ഈ സമയം വിഷ്ണു വിചാരിക്കുന്നത് അന്ന് ശാലിനിയുടെ കഴുത്തിലെ താലി കെട്ടിയ ആ ഒരു ദിവസത്തെ കാര്യങ്ങളാ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, എവിടേക്കെങ്കിലും ഇറങ്ങിയൊന്നു പോയാലോ? ഈ വീർപ്പുമുട്ടല് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നു മനസ്സിലാക്കിയിരുന്നെങ്കിൽ അന്ന് അവളെ ആത്മഹത്യ ചെയ്യാൻ വിട്ടാ മതിയായിരുന്നു. നാശം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ശാലിനിയെ കുറിച്ച് മാത്രമാണ് വിഷ്ണു ആലോചിക്കുന്നത്. ശാലിനിയുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ പ്രണയ നിമിഷങ്ങൾ. ഇതേസമയം ബാമ വന്നിട്ട് പറയും, ശ്യാമേ, പപ്പിമോളെ വിളിക്ക്. കാർത്തികയെ താലം കൊടുത്ത് എങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവരേണ്ടത് കുട്ടികളല്ലേ? പപ്പിയെയും പപ്പിയുടെ കൂട്ടുകാരെല്ലാവരും വിളിക്ക്. ശ്യാമ പറയും, ആ വിളിക്കാം. രോഹിത് ഇങ്ങനെ ശ്യാമേനെ ശ്രദ്ധിക്കാം. ശ്യാമയുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട്. ശ്യാമ അത് പറഞ്ഞിട്ടും അവിടെ തന്നെ നിൽക്കുമ്പോ ബാമ പറയും, വിളിക്ക്. അവളെവിടെ? ഇതുവരെ അവളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ആ അത് സത്യമേ, അവളവിടെ കൂട്ടുകാർക്കൊപ്പം കളിക്കുക. എന്റെ കൃഷ്ണ, അവരിപ്പോ എവിടെ എത്തി? ഇനിയും പപ്പിമോളെ തിരക്കി സത്യമ്മ വന്നാ ഞാൻ എന്തു പറയും? ഇനിയും വൈകിയാലേ കാര്യങ്ങളൊക്കെ കുഴയല്ലോ ഈശ്വര, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാ ശ്യാമ നിൽക്കുന്നത്. ഈ സമയം ശാലിനിയുടെ കാറ് നന്നാക്കി വന്നിട്ടില്ല. ശാലിനി റോഡിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഹർഷൻ ഏതൊരു ഫ്രണ്ടിനെ കാണാനായിട്ടാ വന്നിരിക്കുന്നത്. ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ആ ഫ്രണ്ടിനെ കാണുമ്പോ കാറിന്നിറങ്ങി കൈ കൊടുത്ത് സംസാരിക്കണേ. അപ്പോഴായിരിക്കും ശാലിനി അങ്ങോട്ട് വരുന്നത്. ഹർഷ ഇന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വരണേ. ആ വിളി ഹർഷൻ കാണുന്നുണ്ട്. ശാലിനി ഇങ്ങനെ നോക്കും. ശാലിനിയോട് ഹർഷന്റെ മുന്നിൽ വന്ന് നിക്ക. എന്താ കാര്യം? ഞാൻ കളക്ടർ ശാലിനി വിഷ്ണു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ കാണുമെന്ന് പറഞ്ഞത് അപ്പൊ മേഡായിരുന്നോ? ഈ സമയം കുട്ടികൾ ശാലിനിയെ കാണും. ആവൂ, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാറിന്ന് ഇറങ്ങാൻ തുടങ്ങുക. അങ്ങനെ ഹർഷൻ, മാഡായിരുന്നു എന്നെ കാണുമെന്ന് പറഞ്ഞത്? ശാലിനി പറയും, അതെ. ഹർഷനെ കണ്ട് മുന്നോട്ട് വരുമ്പോഴായിരുന്നു അവിടെ ആ ആക്സിഡന്റ് ഉണ്ടായത്. എന്നെ ഹർഷന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് ഒരു ഓർമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴായിരിക്കും സത്യയുടെ അമ്മേ എന്നൊക്കെ വിളിച്ച് സത്യയും പപ്പയും കൂടെ ഹർഷന്റെ കാറിലെ ഡിക്കിന്ന് ഇറങ്ങി വരുന്നേ. അപ്പോഴാണ് കുട്ടികളെ ഹർഷൻ കാണുന്നത്. പിന്നെ മാഡം എങ്ങനെ എന്നെ ഫോളോ ചെയ്തെത്തി? ശാലിനി പറയും, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഹർഷന്റെ കൂടെ കാറിലെ ഇവരും ഉണ്ടായിരുന്നു. എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നെ എന്നെ ഹർഷന്റെ മുന്നിൽ എത്തിക്കാൻ ഇവർ കുറച്ച് പാടുപെട്ടു. ഹർഷൻ ചോദിക്കും, എന്തിനാ എന്നെ ഇങ്ങനെ തിരക്കി നടക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? ശാലിനി പറയും, നിങ്ങൾ വിവാഹം കഴിക്കാനിരുന്ന കാർത്തിക, അവളിപ്പോ എന്റെ ജീവിതം തകർത്തോണ്ടിരിക്കുക. ഹർഷൻ ചോദിക്കും, കാർത്തികയെ അറിയോ? ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ശാലിനി പറയും, ഇന്ന് അവളുടെ വിവാഹമാണ് ഹർഷ എന്നിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഹർഷൻ ഇങ്ങനെ ഞെട്ടുകയാണേ. അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാൻ തുടങ്ങുന്ന ശാലിനിയെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. അപ്പോ ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്